നമസ്കാരം. കേരളത്തിൽ തിരഞ്ഞെടുപ്പിന് ഇനിയും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ ബാക്കി നിൽക്കെ എല്ലാ സർവേകളും തെറ്റിക്കുന്ന പിന്തുണയാണ് LDFന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്ക ചാനലുകളുടെയും സർവേകളിൽ 17 മുതൽ 20 വരെ സീറ്റുകൾ UDFനാണ് നൽകുന്നത്. എന്നാൽ ഇലക്ഷന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ കാര്യങ്ങൾ LDFന് അനുകൂലമായി വരുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. LDFനും CPMനും പരസ്യമായി പിന്തുണയുമായി സമസ്ത നേതാക്കൾ എത്തുകയും ഇന്ത്യയിൽ BJPക്കെതിരെ നിൽക്കാൻ CPMനെ കഴിയുള്ളൂവെന്നും മുസ്ലിം സമുദായത്തിൻ്റെ പ്രമുഖ സംഘടനയായ സമസ്ത നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഈ വാർത്തകൾക്ക് പിന്നാലെയാണ് UDFന് തിരിച്ചടിയായി മധ്യ തിരുവിതാംകൂറിലെ ശക്തിയായ യാക്കോബായ ക്രിസ്ത്യൻ സമൂഹം അവരുടെ സഭാ നേതൃത്വം LDFന് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങളുടെ സഭയുടെ പ്രശ്ന സമയത്ത് ഒപ്പം നിന്നതിനാലാണ് LDFന് പിന്തുണയെന്നും സഭാ മെത്രോപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് അറിയിച്ചു. തർക്കപരിഹാര സമയത്ത് മുഖ്യമന്ത്രി നടത്തിയ പ്രവർത്തനങ്ങളിൽ തങ്ങൾ തൃപ്തരെന്നും യാക്കോബായ സഭ. മലബാർ ഏരിയയിൽ മുസ്ലിം സമൂഹത്തിൻ്റെ പ്രധാന സംഘടനയായ സമസ്തയുടെയും മധ്യ കേരളത്തിൽ ശക്തരായ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെയും പരസ്യ പിന്തുണ UDFൻ്റെ വിജയപ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ LDFന് വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് പ്രബല സമുദായമായ ലത്തീൻ കത്തോലിക്ക സഭയുടെ പിന്തുണ ആർക്ക് ലഭിക്കുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. BJP തങ്ങളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്ന പരാതിയുമായി ലത്തീൻ കത്തോലിക്ക വിഭാഗം രംഗത്തെത്തിയിരുന്നു. കേന്ദ്രം വിഴിഞ്ഞം സമരത്തെ തുടർന്ന് തങ്ങളുടെ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിരിക്കുകയാണെന്ന പരാതിയാണ് ലത്തീൻ സമൂഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മറ്റൊരു ക്രിസ്ത്യൻ പ്രബല സമൂഹമായ ഓർത്തഡോക്സ് വിഭാഗം സമദൂര സിദ്ധാന്തമാണ് പറയുന്നത്. തങ്ങളുടെ വിശ്വാസികൾക്ക് അവരവരുടെ വിശ്വാസമനുസരിച്ച് വോട്ട് നൽകാമെന്നാണ് ഓർത്തഡോക്സ് സഭ പറയുന്നത്. എന്തായാലും വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്ന UDFന് തിരിച്ചടി നൽകുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം LDF ഇങ്ങനെ പോയാൽ 10 സീറ്റുകൾക്ക് മുകളിൽ നേടാനാണ് സാധ്യത കാണുന്നതും.